വണ്ടി എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ആ മെയിൻ റോഡിലേക്ക് കയറിയിട്ട് അവിടെ നിർത്തിയേക്കാണ്. ഇപ്പൊ സമയം എത്രയായി? 5:30 ആയില്ലേ? 5:30 എന്ന് പറഞ്ഞാൽ 9 മണിക്കൂറല്ലേ കാണിച്ചേ? 8 മണിക്കൂർ 58 മിനിറ്റ്സ്. 9 മണിക്കൂർ എന്ന് പറഞ്ഞാല് 2:30 ആവും നമ്മളവിടെ എത്താൻ. 2:30 എന്നുള്ള കറക്റ്റ് ഓടിച്ച് പോയി കഴിഞ്ഞാല് ചെറിയ റെസ്റ്റ് ഒക്കെ എടുത്താൽ. അപ്പം ഒരു 2 മണിക്കൂർ കൂട്ടി കഴിഞ്ഞാൽ 3:30 4:30 ആയിരിക്കും അവിടെ എത്തുമ്പോൾ. ഇത്രയും സമയം എടുക്കും എന്താണെങ്കിലും. അപ്പോൾ നമുക്ക് പതുക്കെ റെസ്റ്റ് ചെയ്ത് പോവാം. നമുക്കിവിടെ നിന്ന് ഈ മാപ്പ് കാണിക്കുമ്പോൾ സ്റ്റേറ്റ് ഹൈവേ 1 കാണിക്കുന്നില്ല. നമ്മൾ പല രീതിയിലും കൊടുത്തു നോക്കി. ഇവിടുന്ന് സാൻ ഫ്രാൻസിസ്കോ കൊടുത്തു നോക്കി, ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കൊടുത്തു നോക്കി. എന്നിട്ടൊന്നും ഈ സ്റ്റേറ്റ് ഹൈവേ 1 കാണിക്കുന്നില്ല. സ്റ്റേറ്റ് ഹൈവേ 1 ആണ് കോസ്റ്റൽ ഹൈവേ എന്ന് പറയപ്പെടുന്ന വളരെ പ്രസിദ്ധമായൊരു റോഡാണ് കാലിഫോർണിയയിലെ. നമുക്കിപ്പോൾ റോഡിൻ്റെ ഏകദേശം ഐഡിയ ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഇവിടുന്ന് കുറച്ച് പോയാൽ നമുക്ക് സ്റ്റേറ്റ് ഹൈവേ 1 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അതിലെ പോകാം. എന്താണ് നമുക്ക് ഒറ്റയടിക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഭയങ്കര ബോറിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ പറഞ്ഞു വന്ന പോലെ നമ്മൾ ട്രിപ്പ് തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് ഹൈവേ 1 കൂടെ എക്സ്പ്ലോർ ചെയ്ത് പോകണമെന്ന് വിചാരിച്ചിരുന്നത്. എന്നിട്ട് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് അതുപോലെ തന്നെ ബിഗ് സർ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും നമുക്ക് ആ റൂട്ടിലേക്ക് കയറാം. അതിനോട് തൊട്ട് ചേർന്നുള്ള ഷോപ്പുകളാണ്. അത് പെട്രോൾ സ്റ്റേഷൻ അല്ലെങ്കിൽ പെട്രോൾ സ്റ്റേഷൻ. ഇതൊരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ. ഫ്രഷ് മീറ്റ്സ്, പ്രൊഡ്യൂസ്, കോൾഡ് ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. ഇതെവിടെയൊക്കെയാണ് ഇവിടെ കടയിൽ? എനിക്ക് വിശക്കുന്നുണ്ട്. നിങ്ങളെന്താ കഴിച്ചേ? ഗൈസ്, നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ 1 എൻഡ് ചെയ്യണത് ഇവിടെയാണ് കേട്ടോ, കാലിഫോർണിയ സ്റ്റേറ്റ് ഹൈവേ. ഇവിടുന്ന് ഒരു 0.9 മൈല് നമ്മൾ ഈ വന്ന റൂട്ടിൽ പോയാൽ നമ്മുടെ ഡ്രൈവ് ത്രൂ ട്രീ എത്തും. അപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ടേക്ക് ഈ 1 ഫ്രീവേ 101 ആയിട്ട് മാറുവാണ്. സ്റ്റേറ്റ് ഹൈവേ 1ൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക്, ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടുത്തെ എൻഡ് പോയിന്റ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓറഞ്ച് കൗണ്ടിലാണ്, ലോസ് ആഞ്ചൽസിൻ്റെ അടുത്തായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫുള്ള് കോസ്റ്റൽ ഏരിയയിലൂടെയുള്ളൊരു റോഡാണ്. ഭയങ്കര സീനിക് ഡ്രൈവാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് രാത്രിയാണ് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇന്നൊരു റെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് നോക്കാം. 903 ആട്ടോ. 66,900 കൂട്ടിയാൽ മതി. ഓക്കെ, അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് അതിൻ്റെ ബ്യൂട്ടി കണ്ടു തുടങ്ങിയിട്ടോ. ആദ്യം തന്നെ നമ്മളൊരു ഇരുമ്പ് പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുമ്പ് പാലമല്ല, മേളിലേക്ക് മാത്രമാണ് ഇരുമ്പുള്ളൂ. പക്ഷെ എന്നാലും ഒരു നൊസ്റ്റാൾജിക് ഒരു ഫീലാണ് നമുക്കിതിൽ പോകുമ്പോൾ. ഒരു പുഴയുണ്ട്, കാണാൻ പറ്റുന്നില്ല. തന്നെയല്ല ഇവിടെ താഴെ കൂടെയൊക്കെ വീടുകളൊക്കെ നമുക്ക് കാണാം. 9 മണിക്കൂർ അതിലെ കാണിച്ചത്. ഇതിലെ നല്ല ദൂരം വരും കേട്ടോ. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 5:30ക്കാണ്. നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ട് പിന്നെ റേഞ്ച് പോയി, പിന്നെ ഇത്തിരി റേഞ്ച് വന്നു. ഇത് ഫുള്ള് ഭയങ്കര കാടാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ വണ്ടികൾ ആകെ ഒരു വണ്ടിയാണ് ഇതുവരെ തിരിച്ചിങ്ങോട്ട് വന്നത്. ഇത്തിരി റിസ്ക് എടുത്ത പോലെ തോന്നി. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ മാപ്പ് കിട്ടിയപ്പോൾ അതിൽ നോക്കുമ്പോൾ ഒരു 10 മൈൽ കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ആ ഒരു സീയുടെ സൈഡിലേക്ക് എത്തും. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ ഏകദേശം ചെറിയ ചെറിയ ടൗണുകൾ പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ഇത്തിരി ഒരു ഭീതികരമായ ഒരു അന്തരീക്ഷമാണ്. കാരണം ഒരൊറ്റ വണ്ടിയോ വേറെ ഒന്നുമില്ല. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും വളവുകളും ഒക്കെയാണ്. ലൈറ്റില്ല. 15 മൈൽ പെർ അവറിൽ പോകുന്ന വളവൊക്കെയാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് ഭയങ്കര കുറവാണ്. സാധാരണ ഇവിടെയുള്ളൊരു രീതി വെച്ച് പോയി കഴിഞ്ഞാൽ ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇത് 2ാമത്തെ വണ്ടിയാണ് വരുന്നത്. അവർക്കും നമ്മൾ പോയിപ്പോൾ ഒരു ആശ്വാസമായിട്ടുണ്ടാവും അല്ലേ? എൻ്റെ പിന്നെ ഇപ്പം നമ്മൾ എൻജോയ് ചെയ്ത് പോകാൻ പോയത് ഇതിപ്പോൾ ഇടങ്ങേറായ പോലെയാണ് ഇരിക്കണം ഞങ്ങൾ 2 പേര് അല്ലേ? നെഞ്ചെടുപ്പ് കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിസ്റ്റൻസ് നോക്കിയപ്പോൾ കുഴപ്പമില്ല. ഇപ്പം 2ാമത്തെ വണ്ടി വന്നുകൊണ്ട് ചെറിയൊരു ആശ്വാസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ എന്തിനാ ബെയർ സ്പ്രേ? ഇപ്പോൾ വണ്ടിയിലേക്കൊന്നും ബെയർ വരുമൊന്നുമില്ല. നമ്മൾ എന്തിനാ പേടിക്കണേ? അഭിലാഷ് ടോമി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ഈ ലോകം മുഴുവൻ ഒരു പായ്ക്കപ്പലില് ഒറ്റയ്ക്ക് സഞ്ചരിച്ചു. നമ്മളൊരു 10, 20, 30 മൈലുണ്ടാവും, ചിലപ്പോൾ 100 മൈലുണ്ടാവും. ഇപ്പം എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ കിടക്കുക, ശ്വാസം പിടിക്കുക, ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക.
പേടിക്കരുത്. പിന്നെ യോഗയൊക്കെ ചെയ്യുക, കാമായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. പേടിയുണ്ട് എനിക്ക്. നമ്മൾ രാത്രി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസാണ്. നമ്മൾ രാത്രി ഇങ്ങനെ നിൽക്കേണ്ടി വരിക, ഇതൊക്കെ ചെയ്യുക എന്ന് പറയാം. സാധാരണ പണ്ടത്തെ കാലത്ത് ഇവിടെയുള്ള ആൾക്കാർ ഈ ലൈറ്റും ഒന്നും ഇല്ലാണ്ട് ജീവിച്ചതല്ലേ ഇവിടെയൊക്കെ. നമ്മളതിന് ബ്രേക്ക് ചെയ്യണം. എന്താ മോനു? വണ്ടി നമ്പർ 3. വെരി ഗുഡ്, വെരി ഗുഡ്. അനക്കം വന്നിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ എന്താ പറയുക, കടലിലെ കാഴ്ചകളൊക്കെ കണ്ട് ആളുകൾ എന്താ പറയുക ലേറ്റായി പോയതൊക്കെ ഇപ്പോൾ വരുന്നതായിരിക്കും കേട്ടോ. സ്റ്റേറ്റ് ഹൈവേ 1 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും ചെറുതാണെന്ന് വിചാരിച്ചില്ല കേട്ടോ. അവിടെ ഒരു ലൈറ്റ് കണ്ടല്ലോ, അത് അല്ല, അത് കാട്ടില. കാട്ടിലേക്കുള്ള വഴി. അതെന്തോ ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടിയാന്ന് കേട്ടോ അല്ലേ? ഇത്തിരി സമാധാനം. ഇതിപ്പോ നമ്മൾ അന്ന് പാർക്കിൽ പോയിട്ട് തിരിച്ചു വന്ന പോലെ ഉണ്ട്. അവിടെ വന്നപ്പോഴും നമ്മൾ കാട്ടിൽ തീ കണ്ടു കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആ ഫയർ ഡിപ്പാർട്ട്മെന്റിനെ കണ്ടപ്പോഴാണ് ഒരു ശ്വാസം നേരെ പോയത്. എല്ലാ ട്രിപ്പിന്റെ അവസാനം ഒരു പേടിപ്പിച്ചിട്ട് നമ്മളെ വിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നമ്മള് റിസ്ക് എടുക്കണോണ്ടാണ്. നമ്മളന്ന് വന്ന വഴിയല്ലേ പോണത്, പിന്നെ നമ്മള് വരാത്ത വഴിയല്ലേ പിന്നെ പോണത്. അതുപോലെ ഇതും നമ്മള് പുതിയ വഴി പരീക്ഷിക്കും. സ്റ്റേറ്റ് ഹൈവേ എന്നൊക്കെയാ പറയണെങ്കിലും എന്താ പറയണേ, എനിക്ക് തോന്നുന്നു ഇത് ട്രഡീഷണൽ ആയിട്ട് പണ്ട് മുതലുള്ള ഒരു വഴിയാണോ എന്ന് സംശയമുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ വഴിയല്ല. അതെ, ഇവിടെ ഒരു ഷോപ്പുണ്ട് കണ്ടോ. അതെ, സമാധാനമായിട്ടാ. ഫയർവുഡിന്റെ കട, ഫയർവുഡ് ഹെഡെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഇത് ഒരു ലോറി വരുന്നുണ്ട്. ലോറിയോ ബസ്സോ കുഴപ്പമില്ല, അത് ഫയർ എഞ്ചിനാ. സ്കൂൾ ബസ് സ്റ്റോപ്പ് 400 feet. എൻ്റെ അമ്മ, ഇത് ആദിവാസി മേഖലയാണ് കേട്ടോ. സ്കൂൾ ബസ് സ്റ്റോപ്പ് 400 feetലുണ്ട് കേട്ടോ. ഇവിടെ ഒരു വീട് പോലെ കാണുന്നുണ്ട്. ഇങ്ങോട്ടൊന്നും ചെറിയൊരു അനക്കമുണ്ട്. എന്തായാലും സമാധാനമായി, സന്തോഷമായി. ശ്വാസം ഒന്ന് ശരിക്കും വലിച്ചു വിട്ടോ. അതെ അതെ, എനിക്ക് നമ്മൾ വലിയ മല നീങ്ങിക്കൊണ്ടിരിക്കുന്നു. റിഫ്ലക്ടറൊക്കെ കാണുമ്പോൾ ഒരു വീടിന്റെ ലൈറ്റാന്ന് വെച്ചിട്ട് ഒരു ആശ്വാസം തോന്നുന്നു. പക്ഷെ വീണ്ടും വിജനമായ ഏരിയ ആയില്ലേ. സൈക്കിൾ മേ യൂസ് ഫുൾ ലൈൻ. ഇതിലൂടെ സൈക്ലിസ്റ്റുകളും പോകും. അപ്പോൾ അവര് ഫുൾ ലൈനും യൂസ് ചെയ്യാനും അവർക്ക് അവകാശമുണ്ട് എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. നാട്ടിലൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ സൈക്കിള് ചവിട്ടി പോണവരെ കാണുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, അവർ ഇച്ചിരി മാറിപ്പോകാൻ പാടില്ല എന്നൊക്കെ തോന്നും. പക്ഷെ അത് ശരിയല്ല. ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് സൈക്കിളുകാർക്കൊക്കെ നമ്മളെ പോലെ തന്നെ അവകാശങ്ങളുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് സൈക്കിളുകാർ വളരെ ഒതുങ്ങി വളരെ അതിൻ്റെതായ രീതിയിലാട്ടോ ഗ്രൂപ്പായിട്ടും തന്നെയായിട്ടൊക്കെ ഓടിച്ചു പോകുന്നത്. നമ്മളിപ്പോ ക്രീക്ക് ബ്രിഡ്ജ് കഴിഞ്ഞു. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത് കഴിഞ്ഞല്ലേ. ഇനി അടുത്തത് കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ റെഡ്വുഡ് ഗ്രോ പിക്നിക് ഏരിയ കൂടി പോകും. പിന്നെ റോക്ക്പോർട്ട് എത്തും. ഓക്കെ, പിന്നെ ഹാർഡി എത്തും. ഹാർഡി പിന്നെ ഫുള്ള് സീസൈഡാണ്. നമ്മുടെ റെഡ്വുഡ് കണ്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കരന്ന് പറഞ്ഞു ഇപ്പൊ വെറുത്തു തുടങ്ങിയില്ലേ. ഹാർഡിയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ രാത്രി ഒരു പേടിപ്പിക്കുന്ന അവസ്ഥയാണ്. നമ്മള് ക്യാമ്പ് ചെയ്തപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. രാത്രിയാകുമ്പോ ആകെ പേടിയാവും, ഒരു ഇരുട്ടും. രാത്രി ഭയങ്കര ക്യാമ്പിംഗാരാന്നൊക്കെ പറഞ്ഞ് ക്യാമ്പ് ചെയ്ത് രാത്രി കിടന്നപ്പോ കാറ്റ് ചെറുതായിട്ട് കാറ്റടിക്കണം. പക്ഷെ ആ മരം കട്ടക്കട്ടക്കുന്ന 2 അടി അടിച്ചപ്പോ നമ്മള് പുറത്താരാണ്ട് ഒന്ന് തട്ടണേന്ന് വിചാരിച്ചു. എന്തോ ഒരു കരടിയാണെന്ന് വിചാരിച്ചല്ല, ഞാൻ വിചാരിച്ചു ആൾക്കാരാണെങ്കിലും എന്തെങ്കിലും തട്ടണയാണോ എന്താണെന്ന് ഞാൻ വിചാരിച്ചു. മൃഗങ്ങളൊക്കെയാണെങ്കിൽ പിന്നെ വരണ സൗണ്ട് അങ്ങനെ കേൾക്കുന്നത് ടക്ക് നല്ല അടിയല്ലേ കേൾക്കുന്നുള്ളത്. അതിന്റെ കാറ്റടിച്ച് തന്നെയല്ല. ഞാൻ എന്നിട്ട് പുറത്തിറങ്ങി പോയി കഴിഞ്ഞപ്പോ ഒരു സൗണ്ടും കേൾക്കണമില്ല. പിന്നെ കുറെ നേരം നിന്നിട്ടും കേൾക്കുന്നില്ല. അവസാനം സൗണ്ട് കേട്ടു. പുറത്തുനിന്ന് നോക്കാനും പറ്റുള്ളൂ, തണുത്തിട്ടാണെങ്കിൽ നിൽക്കാനും പറ്റുന്നില്ല അവിടെ പുറത്തിറങ്ങി. പിന്നെ
പിന്നെ വന്ന് കിടന്ന് ഉറങ്ങിയപ്പോ നിനക്ക് തണുത്തിട്ട് കിടക്കാൻ പറ്റണില്ല എന്ന് പറയുന്നത് ഒന്ന് ഉറങ്ങി തുടങ്ങിയപ്പോഴേക്കും അവസാനം വണ്ടിയിൽ കയറി കിടന്ന് ഉറങ്ങി. പിന്നെ എന്നാലും നമുക്ക് ആ ഒരു ദിവസത്തെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയത് ഭയങ്കര ഗുണമായി പോയി അല്ലെ. ഒരു നല്ലൊരു ഡിലീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അതല്ലേ ആ ഫുഡല്ലേ നമ്മൾ ഇന്ന് ഉച്ചയ്ക്കും കഴിച്ചത്. ഇന്ന് രാവിലെ എന്താ വെച്ചാൽ ഇന്ന് രാവിലെ നമ്മൾ ശരിക്കും പറഞ്ഞ ഫുഡ് വാങ്ങി കഴിച്ചിട്ടേ ഇല്ല മിനിഞ്ഞാന്ന് ആ KOL എത്തിയതിനു ശേഷം. ശരിയല്ലേ, പുറത്തുനിന്ന് വാങ്ങിയിട്ടേ ഇല്ല. അതാണ് ക്യാമ്പിങ് ചെയ്യുമ്പോഴുള്ള ഗുണം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഭയങ്കരമായിട്ട് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ഉണ്ടല്ലോ ആ KOL നമ്മൾ എടുത്തപ്പോൾ ടെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ എടുത്തല്ലോ. ടെന്റ് തന്നെ ഡീലക്സ് ടെന്റ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് $10 കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ $10 ലാഭിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ നോർമൽ ടെന്റ് എടുത്തത്. അപ്പോൾ ഡീലക്സ് ടെന്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. ചിലപ്പോ അതിന്റെ ഇപ്പറെങ്ങാനും ആയിരിക്കും ചിലപ്പോ. വേറെ സൈഡ് ആയിരിക്കും. അതെ, പക്ഷെ അത് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ രാത്രി ആയതുകൊണ്ട് കാണാനും പറ്റുന്നില്ലല്ലോ എന്താണ് സ്ഥലം എന്നൊക്കെ. രാവിലെ ചെന്ന് നോക്കണെങ്കിൽ പിന്നെ നമുക്ക് കാണാം. രാത്രി വരുമ്പോ പിന്നെ നമുക്ക് സ്ഥലം ഇരുട്ടത്ത്. അതല്ല, മാപ്പ് നോക്കുമ്പോ നല്ല അടിപൊളി ഗ്രീനറി ആയിട്ട് നല്ല നല്ല ഭംഗിയുള്ള മാപ്പില്. പക്ഷെ മാപ്പ് നോക്കുന്ന പോലെ അല്ലല്ലോ നമുക്ക്. മാപ്പ് എന്ന് പറയുന്നത് അവിടെ വച്ചിരിക്കുന്ന മാപ്പ്. നമ്മൾ ബുക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ കാണുന്ന മാപ്പ് ഉണ്ടല്ലോ, ആ മാപ്പിൽ കാണുന്ന ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് നല്ല ലുക്ക് തോന്നും. പക്ഷെ ഇത് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴല്ലേ മനസ്സിലാവും ഇത് ഫോറസ്റ്റ് ഒന്നും ഒരു മാപ്പിലില്ലല്ലോ. എന്തായാലും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ക്യാമ്പിങ്. പക്ഷെ കാറ്റടിക്കുമ്പോ ഭയങ്കര ഒരു പേടിപ്പിക്കുന്ന സൗണ്ട് പോലെ കേട്ടോ അല്ലേ കാട്ടില്. അത് അവിടെ ചെന്നപ്പോഴും അതായിരുന്നു. നമ്മള് പാം സ്പ്രിങ്സിൽ ചെന്നപ്പോഴും ആ കാറ്റടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോ പേടി തോന്നും അല്ലേ. പിന്നെ പാം സ്പ്രിങ്സിൽ പിന്നെ കുറച്ചും കൂടി നമുക്കൊരു എന്താ പറയാ, എല്ലാരും അപ്പുറത്തുണ്ടല്ലോ, നമുക്ക് അത്ര പേടി തോന്നില്ല. പക്ഷെ എല്ലാരും മറ്റേ വണ്ടിയാണ്, RVs ആണ്. നമ്മുടെ മാത്രം ടെന്റ്. നമ്മുടെ ടെന്റ് ഉണ്ടായിരുന്നു, ശരിയാ. പക്ഷെ മറ്റുള്ളവരുടെ ടെന്റ് മറ്റേ ചൈനക്കാരുടെ ഉണ്ടായിരുന്നു അല്ലേ. അവിടെ പിന്നെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ രാത്രി നമ്മൾ പോകുന്നു. പിന്നെ കാറ്റടിക്കുന്ന സൗണ്ട് ഭയങ്കര ഒരു പേടിപ്പിക്കുന്ന സൗണ്ടാണ് രാത്രി. 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂറിന് അടുത്തായപ്പോഴത്തേക്ക് നമ്മൾ വലതുവശത്ത് ആയിട്ടോ. വേറെ വീടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഒരാശ്വാസമായി. ഇവിടെ എന്തൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ക്യാമ്പ് ചെയ്തെടുക്കണേ. അതെ, ക്യാമ്പിങ്ങിൻ്റെ ആൾക്കാരെ കണ്ടു തുടങ്ങി. തൊട്ട് മുമ്പ് ഒരു വണ്ടിയും കൂടി കണ്ടിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് ശരിക്കും ഒരു ആശ്വാസമായി. നമ്മൾ ഒരു സ്റ്റേറ്റ് ഹൈവേ ഒക്കെ പോലെയുള്ള ഒരു ഏരിയയിലേക്ക് എത്തി. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങി ഒന്നും നോക്കാൻ പറ്റുന്നില്ല. അത് താഴെ അത് ക്യാമ്പ് ചെയ്യണേ നോക്കി വീട് പോലെയാണ്. ഇനി ഫോറസ്റ്റിലേക്ക് കയറുന്നുണ്ടെങ്കിൽ കാര്യം നമ്മൾ പോണ വഴിയൊക്കെ ഫോറസ്റ്റ് ആണ്. ഇടയ്ക്ക് ഒരു സൈഡിൽ നമുക്ക് ഉണ്ട്, ഇടയ്ക്കല്ല ഫുള്ള് ഉണ്ട്. പക്ഷെ തൊട്ട് ചേർന്ന് ഇടയ്ക്ക് റോഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആ സൈഡിൽ കൂടെ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു 100 മീറ്റർ കുറച്ചൊക്കെ ഒന്ന് മാറും. പക്ഷെ 90% ആണ് ഈ റൈറ്റ് സൈഡിൽ. അടിപൊളിയൊരു വ്യൂ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇത് നമുക്ക് പകലായിരുന്നെങ്കിൽ കലക്കി അടിച്ച് പൊളിച്ച് പോകായിരുന്നു. വലിയൊരു പണി തന്നെ. ഇവിടെ സിറ്റിയിൽ വരുമ്പോൾ നമുക്ക് നിർത്തിയിട്ടേ നാളെ രാവിലെ പോയിട്ട് നാളെയും കൊണ്ട് അവധിയാക്കിയാലോ. നമ്മളിപ്പോൾ വന്നത് ഇവിടെ നിന്നാണ്, ലെഗറ്റിൽ നിന്നാണ് വന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ കാട്ടിക്കൂടെ ഇവിടെ വന്ന് നമ്മളിതാ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇവിടെ കംപ്ലീറ്റ് ബീച്ചാണ് സൈഡിൽ. വെസ്റ്റ് പോർട്ട് യൂണിയൻ ലാൻഡിങ് സ്റ്റേറ്റ് ബീച്ച്. നമ്മളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ പോകുന്ന ഏരിയയുടെ പേര് വെസ്റ്റ് പോർട്ട്, ഇംഗ്ലിനൂക്ക്, ക്ലിയോൺ, ഫോർട്ട് ബ്രാക്ക്, കാസ്പർ, മെൻഡോസിനോ, ലിറ്റിൽ റിവർ, ആൽബിയോൺ. ഇനി റേഞ്ച് വരുമ്പോഴേ ഇവിടെ നിന്ന് നമുക്ക് ലോസ് ആഞ്ചലസിലേക്കുള്ളൊരു ഡിസ്റ്റൻസ് ഒന്ന് നോക്കണം കേട്ടോ. റേഞ്ച് കണ്ടോന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഇങ്ങോട്ട് ഈ ഏരിയയിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചധികം വീടുകൾ കണ്ടിരുന്നു. പിന്നെ അടിപൊളി വലിയൊരു ക്യാമ്പ് ഗ്രൗണ്ടും ഉണ്ടായിരുന്നു.
പിന്നെ വീണ്ടും നമ്മളിപ്പോൾ ചെറിയൊരു ഫോറസ്റ്റ് പോലെ തോന്നുന്നു. അതെ, ഇവിടെ ഒരു വീടുണ്ട്. ന്യൂ പോർട്ടാണ് നമുക്ക് പോകാനുള്ള സ്ഥലം. അപ്പം ന്യൂ പോർട്ടുകാർക്കൊരു ഹായ് ഗൈസ്. ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് മാറിയ കടലാണ്ട താഴെ. ഓ, ഇതൊക്കെ പകല് നമ്മൾ കാണണമായിരുന്നു. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഈ റൂട്ട് ഉറപ്പായിട്ടും പകല് വരണമെന്ന് മനസ്സിലായില്ലേ? ഭയങ്കര ഭംഗിയുണ്ടോ, സൈഡില് മലകളും, മലയുടെ സൈഡിൽ കൂടെ റോഡ്, പിന്നെ തൊട്ട് ചേർന്ന് കടല്. അതായത് ഈ വലിയ മലയുടെ ചേർന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ അത് വേറൊരു ഭംഗി. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് മലകള്. വേറെ റൂട്ടിൽ ഒരൊറ്റ വണ്ടി ഇങ്ങോട്ടും വരുന്നില്ല, അങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയണേ, എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണ്ട. ടെൻഷനൊക്കെ മാറി. കാട്ടിൽ വെച്ച് ശരിക്കും പേടിച്ചു കേട്ടോ. പേടിച്ചു എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇത് എത്ര ദൂരം ഉണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ അത് പേടി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എന്താ കാര്യം എന്ന് വെച്ചാല് രണ്ട് രീതിയിലാണ്. ഒന്ന്, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും, പിന്നെ ഗ്യാസ്, വണ്ടിയുടെ പെട്രോൾ എത്ര ഉണ്ടെന്നുള്ളത്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള നമ്മുടെ ടെൻഷൻ. പെട്രോൾ നമുക്കൊരു 300 മൈൽ ഓടാനുള്ള പെട്രോളുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻ ഫ്രാൻസിസ്കോ വരെ മറ്റേ റോഡിൽ കൂടെ പോകുമ്പോൾ 200 മൈലുണ്ട്. അപ്പോൾ ഈ റോഡ് പരിസരത്ത് പോലും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് കാണിക്കുന്നില്ല. അപ്പോൾ ഇതെന്തായാലും അതിൽ കൂടുതലുണ്ടല്ലോ. അപ്പോൾ ഒരു 300 മൈൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാസ് സ്റ്റേഷൻ ഒന്നും ഇല്ലെങ്കിലൊക്കെ നമുക്ക് പെട്ടുപോകും. അതല്ല ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലൊക്കെ നമ്മൾ പെട്ടുപോകും. ആ ഒരു ടെൻഷനാണ്, അല്ലാതെ വേറെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഭയങ്കര ഹാപ്പി. കാരണം ടൂർ പോണ ആൾക്കാർ കംപ്ലീറ്റ് പല സ്ഥലത്തും, ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ മുതലും ഇപ്പം ജസ്റ്റ് കണ്ടു ക്യാമ്പ് ചെയ്ത് കിടക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ അകത്ത് ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരൊറ്റ വണ്ടി ഇങ്ങോട്ടും ഇല്ല, അങ്ങോട്ടും ഇല്ല. നമ്മളൊരു മേബി ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴാണ് ചിലപ്പോൾ ഒരു വണ്ടി വരുന്നത്. 20 മിനിറ്റ്സ് എല്ലാം തോന്നുന്നു, അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഐഷ കിടന്നുറങ്ങി. ഞാനും മോനും റോഷ്നിയും കൂടിയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് കഥയൊക്കെ പറഞ്ഞ് പോകണം. അപ്പോൾ റോഷ്നി ഗ്രീൻ ടീ ഇട്ട് തരാമെന്ന് പറഞ്ഞ് ഗ്രീൻ ടീ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മോന് ഭയങ്കര ആക്റ്റീവ് അല്ലേ? ഉണ്ണിക്കുട്ടൻ ആക്റ്റീവ് ഉണ്ട്. ഞാൻ ഉണ്ണിക്കുട്ടൻ എന്നാണ് വിളിക്കുന്നത് അവനിടയ്ക്ക്. ശരിക്കും പറഞ്ഞാൽ നാളെയും കൂടെ നമുക്ക് ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് പറയുമായിരുന്നു. കുട്ടികൾക്ക് എന്തായാലും നാളെ സ്കൂളിൽ പോയി കിടക്കൂല. കാരണം നമ്മൾ രാവിലെ ആകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ. റോഷ്നിക്ക് പക്ഷേ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞിട്ട് 2 ദിവസമായി റോഷ്നി തുടങ്ങിയിട്ട്. നമ്മൾ പിന്നെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ വലിച്ച് നീട്ടിക്കൊണ്ട് പോകായിരുന്നു. നാളെ എന്തായാലും പോകണമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ സാഡാണ് ഗൈസ്. നമുക്ക് നാളെയും കൂടി നിന്നായിരുന്നെങ്കിൽ ഈ കോസ്റ്റൽ ഏരിയ ഇവിടം വരെ അല്ലാതെ പറഞ്ഞെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ അമ്മോ, നമ്മൾ ഈ വന്ന ഒരു വരവ് ഇതുപോലത്തെ ഒരു വലിയൊരു ട്രിപ്പ് വരേണ്ടി വരും ഈ ഒന്ന് കവർ ചെയ്ത് പോകണമെങ്കിൽ. എന്തായാലും വരൂ കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് ഈ വഴി നമ്മൾ വന്നേ പറ്റുള്ളൂ, അല്ലാതെ രക്ഷയില്ല. അതുപോലത്തെ സ്ഥലമാണ്. താങ്ക് യു ഹണി. ഓ താങ്ക് യു ഹണി. ഓ അത് കാണിക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ. ഭയങ്കര അലങ്കാരമുണ്ട് ഇവര്. ഇതൊക്കെ കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. അപ്പൊ ഇനി ഗ്രീൻ ടീ കുടിക്കട്ടെ കേട്ടോ. ഗ്രീൻ ടീ നമ്മള് നേരത്തേക്ക് ചാടി, നമ്മളെ കാലേക്കോട് ചാടി കൊള്ളുന്നു. സാരല്ല, അടിപൊളി ട്രിപ്പാട്ടോ, ഒരു രക്ഷയില്ല. കേരളത്തിലുള്ള നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ഹായ്, സ്പെഷ്യൽ ഹായ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നിലവിൽ നമ്മുടെ വീഡിയോസ് സെക്കൻഡ് പ്ലേസിലിരിക്കുന്ന US-ലാണ്. അപ്പോൾ US-ലുള്ളവർക്ക് ഒരു സ്പെഷ്യൽ ഹായ്. പിന്നെ 3rd പ്ലേസിലുള്ളത് UAE ആണ്. UAE-ക്കാർക്കൊരു ഹായ്. പിന്നെ ഇതുവരെയും എന്നും നമ്മൾ യൂട്യൂബ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും UAE ആയിരുന്നു എപ്പോഴും സെക്കൻഡ് പ്ലേസിൽ. ഇപ്പം അത് US ടേക്ക് ഓവർ ചെയ്തു. ഇനിയിപ്പം എന്താ പറയുക, തേർഡ് UAE, ഇപ്പോൾ 4th സൗദി അറേബ്യയാണ്. സൗദി അറേബ്യക്കാർക്കൊരു ഹായ്. എന്തായാലും GCC കൺട്രീസാണ് 3rd മുതൽ ഒരു 6th 7th പൊസിഷൻ വരെ വരുന്നത്. ഖത്തർ, ഒമാൻ, കുവൈറ്റ്, പിന്നെ ഓസ്ട്രേലിയയൊക്കെയാണ് വരുന്നത്. ഓസ്ട്രേലിയ, പിന്നെ UK വരാറുണ്ട്. അപ്പോൾ
ഇവിടങ്ങളിലുള്ള എല്ലാ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്കും സ്പെഷ്യൽ ഹായ്. സ്പെഷ്യൽ താങ്ക്സ് ഫോർ എവരി വൺ ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ. വളരെയധികം നന്ദി നമ്മുടെ ഓരോ വീഡിയോസും കാണുന്നതിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും. ശരിക്കും ഒരു നാടൻ ജീവിതം പോലെയാണ് നമുക്കിതിലെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലും ഒക്കെ ഉള്ളൊരു സ്ഥലം പോലെയാണ് തോന്നുന്നത്. പിന്നെ വീഡിയോകൾക്ക് ചെറിയൊരു ലുക്കിൽ വ്യത്യാസം ഉണ്ടാവും, അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാലോ ഓരോ സ്ഥലത്ത് എന്തോരം ജനങ്ങളുണ്ട്. അവിടുത്തെ കടകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാവില്ലേ. വീടുകൾക്കൊക്കെ വലിപ്പം കുറവായിരിക്കും, വളരെ കുറച്ച് മാത്രമേ വലിയ വീടുകൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ആ ഒരു ഡിഫറൻസ് നമുക്ക്, പ്രത്യേകിച്ച് നമ്മൾ ലോസ് ആഞ്ചൽസിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ശരിക്കും അത് മനസ്സിലാവും. നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും സാൻ ഫ്രാൻസിസ്കോ വയ്ക്കുമ്പോൾ 4.5 മണിക്കൂറായിട്ടാണ് കാണിക്കുന്നത്. അത് 165 മൈൽ അല്ലേ? പക്ഷെ അപ്പോഴും നമ്മുടെ ഈ കോസ്റ്റ് ഹൈവേ കാണിക്കുന്നില്ല. ഇതിൽ പോയപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കും. ഗൈസ്, നമ്മളൊരു ടൗണിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അടിപൊളി. ഇത് ഇന്ത്യക്കാരനാണെന്നാണല്ലോ അവിടെ നിൽക്കുന്നത്. എൻ്റെ പൊന്നെ, അതേട്ടോ, ഇന്ത്യക്കാരനാ. പുള്ളീനെ അടുത്ത് ചോദിച്ച് കുറേ വിവരങ്ങളൊക്കെ അറിയാം. ഗൈസ്, 1.5 മണിക്കൂറിന് ശേഷം നമ്മളൊരു സമാധാനപരമായ ഒരു ലൊക്കേഷനിലേക്ക് എത്തി, ഒരു ടൗണിലേക്ക് എത്തി. ഇവിടെ ഡൈനോമാർട്ട് എന്ന് പറഞ്ഞൊരു ഗ്യാസ് സ്റ്റേഷനുണ്ട്. ക്രാബിംഗ് ഗ്രില്ല്, ഫ്രഷ് മെഡിറ്ററേനിയൻ, അതേ അറബിക് ഫുഡാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം എന്താണെങ്കിലും നമുക്ക് സന്തോഷമായി. അപ്പോൾ ഇവിടെ കയറി ഒന്ന് നോക്കട്ടെ. ഭയങ്കര പണിയായി പോയി ഗൈസ്. നമ്മൾ വന്നപ്പോൾ അവർ ക്ലോസ്ഡ് എന്നുള്ള ബോർഡ് എടുത്ത് വെച്ചു. അപ്പോൾ അകത്തേറി ചോദിച്ചു. അപ്പോൾ അവർ ക്ലോസ് ആയെന്ന് പറഞ്ഞു. നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. ഇല്ല മുനോ, ഞാൻ ചോദിച്ചു, അകത്തേറി ചോദിച്ചു. നമുക്ക് അടുത്ത സ്ഥലം നോക്കാം. എന്നാലും ഒരു ടൗൺ കണ്ടപ്പോൾ ഒരു ആശ്വാസമായി. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ഗ്യാസ് അടിച്ചു. ഗ്യാസ് കുറച്ച് തീർന്നുണ്ടായിരുന്നല്ലോ, എന്നാലും അടിച്ചു. കാരണം എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ഗ്യാസ് തീർന്നാൽ, കാരണം ഇത്രയും മൈലുകൾ കിടക്കുമല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കയറി ഒരു ഇന്ത്യനാണെന്ന് ഒന്ന് സംസാരിച്ച് നോക്കാം. ഇതൊരു കൺവീനിയൻസ് സ്റ്റോറാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പക്ഷേ എന്താ പറയുക, ഇവിടെ പുള്ളിയെടുത്ത് ചോദിച്ചു കേട്ടോ, നമുക്ക് സാൻ ഫ്രാൻസിസ്കോ പോകണമെങ്കിൽ ഏത് വഴിയാണ് പോകേണ്ടത് എന്ന് ചോദിച്ചു. എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പാകിസ്ഥാനിയാണ്. കണ്ടപ്പോൾ ഞാൻ ഇന്ത്യനാണെന്ന് വിചാരിച്ചത്. പുള്ളിക്ക് അറിയില്ല എത്ര ദൂരം ഇവിടെ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ ഉണ്ടെന്നുള്ളത്. പുള്ളി പറഞ്ഞത് മറ്റേ വഴി പോകണേ എളുപ്പം എന്നാണ് പറഞ്ഞത്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന വഴി പോകണേ എളുപ്പം എന്നാണ് പുള്ളിയും പറയുന്നത്. നമ്മളിപ്പോൾ ഈ എത്തിയേക്കുന്ന സിറ്റിയുടെ പേര് ഫോർട്ട് ബ്രാഗ് കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് ഏകദേശം 170 മൈലോളം ഉണ്ട്. ഈ വഴി പോകുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ഈ കോസ്റ്റൽ ഹൈവേ കൂടെ പോയി അവസാനം എത്തുമ്പോൾ വീണ്ടും നമ്മൾ മറ്റൊരു ഹൈവേയിലേക്ക് ചെല്ലുവാണ്. ഇവിടെയാണ് സാൻ ഫ്രാൻസിസ്കോ. ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. റെഡ്വുഡ് ഹൈവേ ആണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കോസ്റ്റൽ ഹൈവേ ഒഴിവാക്കി ഗൂഗിൾ മാപ്പ് പറയുന്ന വഴി ഇതിലെയാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പ് പറയുന്ന വഴി വളരെ ദൂരം കുറവാണ്. എന്നിട്ട് പോലും ഇവിടുന്ന് 3.5 മണിക്കൂർ എടുക്കും സാൻ ഫ്രാൻസിസ്കോ എത്താനായിട്ട്. 165 മൈലോളം ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇനി ഇതിലെ രാത്രി ഇങ്ങനെ പോകണത് നമുക്ക് പോയിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഗൂഗിൾ മാപ്പ് വഴി പോകാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ സാൻ ഫ്രാൻസിസ്കോയിലെത്തും. പിന്നെ നമുക്ക് അവിടെ നേരെ വീട്ടിലേക്ക് പോകാം. അപ്പം അങ്ങനെയും കൂടി നമ്മളൊന്ന് വെച്ച് നോക്കുമ്പോൾ നേരെ നമുക്കിനി വീട്ടിലേക്കുള്ള ആ ഒരു ലൊക്കേഷൻ കൊടുക്കണതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി 9 മണിക്കൂർ 13 മിനിറ്റ് ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ലെഗറ്റിൽ നിന്ന് ആദ്യം നേരെ പോയായിരുന്നെങ്കിലും കറക്റ്റ് 8 മണിക്കൂർ 58 മിനിറ്റാണ് അന്നേരം കാണിച്ചത്. ഇപ്പോൾ ഇവിടുന്ന് വീണ്ടും 9 മണിക്കൂർ 13 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാരെങ്കിലും ഇവിടുന്ന് നമ്മുടെ ലോസ് ആഞ്ചൽസ് സൈഡിൽ നിന്ന് റെഡ്വുഡിലേക്ക് പോകുമ്പോൾ വളരെയധികം ടൈം എടുക്കും ഇതിൽ പോകുമ്പോൾ. ഇത് മാത്രം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരണമായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സമയം 8 മണി, എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് വേറെ നല്ല റെസ്റ്റോറൻറ്റുകളൊന്നും കാണുന്നില്ല. പിന്നെ റേറ്റ് എമൗണ്ടും നമുക്ക് ബില്ലും കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് 7-Eleven നോക്കി കഴിഞ്ഞപ്പോൾ എത്ര മൈൽ കഴിഞ്ഞിട്ട് ഇനി അടുത്ത 7-Eleven 70 മൈൽസ് കഴിഞ്ഞിട്ടാണ്. ഈ ടൗണിലൊന്നും 7-Eleven ഇല്ല കേട്ടോ. എന്താണെന്നറിയില്ല. ഇപ്പം നമ്മൾ ഈ നോർത്തേൺ സൈഡിലേക്ക് വരുമ്പോൾ പല സിറ്റിയിലും 7-Eleven ഇല്ല. നമ്മൾ തിരിഞ്ഞോട്ടോ ഗൈസ്, ജസ്റ്റ് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ 1 നിന്ന് തിരിഞ്ഞ് ഹൈവേ 20ലേക്ക് കയറി. അപ്പോൾ വീണ്ടും ഒരു ഫോറസ്റ്റ് പോലെയുള്ളൊരു ഏരിയ ആണ്. ഇങ്ങോട്ടൊക്കെ ക്രിസ്മസിൻ്റെ ഭയങ്കര അലങ്കാരങ്ങളുണ്ട്. ഇപ്പോൾ ചില വീടുകളിൽ കൂടെ, അല്ല മിക്ക വീടുകളിൽ കൂടെ ഉണ്ട്.
ഇത്ര പിന്നെ ശരിക്കും നാട്ടുപ്രദേശം പോലുള്ളൊരു ഏരിയ ആണ്. നമ്മൾ ബസ്സിനൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ ഉള്ള അകത്തേക്ക് കയറിയിട്ടുള്ള വീടുകളൊക്കെ. എന്താ ഇല്ലാത്ത മോളു? എന്താ ഇല്ലാത്ത? ഫയർ ഫ്ലൈസാ? മിന്നാമിനിങ് ഇല്ലാന്ന്. ഓ എന്റെ പൊന്നെ, നാട്ടിൽ വെച്ച് നമ്മള് മിന്നാമിനിനെ കാണിച്ചു കൊടുത്തായിരുന്നു കേട്ടോ ഇവരെ അങ്ങനെ അധികം കണ്ടിട്ടില്ലായിരുന്നു. ഞാനൊരു ദിവസം കൊണ്ടുപോയിട്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുപോയിട്ട് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തു. വീണ്ടും നമ്മൾ ഈ കാട്ടിലൂടെയുള്ള യാത്രയാണ്. നമുക്ക് അത്ഭുതം തോന്നും കേട്ടോ, എത്ര കിലോമീറ്ററാണ് ഈ കാലിഫോർണിയയിലെ ഫോറസ്റ്റ് എന്ന് ആലോചിച്ചിട്ട്. വൈൽഡ് വുഡ് ക്യാമ്പ് ഗ്രൗണ്ടുകൾ തന്നെയാണ്. ഹോട്ടലും മോട്ടലും ഉള്ളതിനേക്കാൾ കൂടുതലാണ് ഇവിടെ ക്യാമ്പ് ഗ്രൗണ്ടുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ക്യാമ്പിംഗ് ആണല്ലോ, അതായിരിക്കും അതിൻ്റെ ഒരു റീസൺ. ഈ റോഡിൽ വണ്ടികൾ കുറച്ച് വരുന്നുണ്ട് കേട്ടോ, തന്നെയല്ല വീടുകളും ഉണ്ട്. എന്തായാലും നമ്മൾ വീണ്ടും കാട്ടിക്കൂടെ തന്നെയുള്ള യാത്രയാണ്. എത്ര മൈല്, നമ്മൾ 100 മൈല് 150 മൈലെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുമല്ല കേട്ടോ. ഒരു സ്റ്റേറ്റിൻ്റെ അകത്തോടുള്ള യാത്ര നമ്മൾ ചെയ്യണമെന്ന് ആലോചിക്കണം, ഒരു രാജ്യത്തിൻ്റെ അല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് എത്ര വലുതാണ് അല്ലേ. ഇതിൽ വരുമ്പോൾ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, കാരണം വണ്ടികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വീടുകളുണ്ട് അല്ലേ. നമ്മൾ വീഡിയോ എടുത്തപ്പോൾ വീടുകൾ വെച്ച് കുറഞ്ഞു, പക്ഷെ നമുക്ക് ഒട്ടും ഒരു സാധാരണ എല്ലായിടത്തും കൂടെ പോകുന്ന ഒരു ഫീലേ തോന്നുള്ളൂ. പിന്നെ ഐഷയും മോനും ഉണ്ട് നമ്മുടെ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ. അവർ ബാക്കിലിരുന്നിട്ട് ബോർഡൊക്കെ പറഞ്ഞു തരും, സ്പീഡ് ലിമിറ്റ് 25, 45. ഐഷ ചെയ്യണമെന്ന്. മോൾ ഉറങ്ങിയപ്പോൾ ഇക്കായും കുറേ പറഞ്ഞു തന്നു, അഭിജി കുറേ ഹെൽപ്പ് ചെയ്തു. ഐഷ എമ്മോ മെക്സിക്കോ നൈജീരിയ. വെരി ഗുഡ്. ഒറീസ. എനിക്കതാ പി ആണോ? പോളണ്ട്. ഇപ്പൊ ഒരു മാന് നമ്മുടെ റോഡിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയി. ഭാഗ്യത്തിന് നമ്മുടെ വണ്ടിക്ക് വട്ടം ചാടിയില്ല. നമ്മൾ ആ മാനിനെ കണ്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇതേ ഒരു സിറ്റിയിലേക്ക് എത്തിട്ടോ. ഇത്തിരി വലിയ സിറ്റിയാണല്ലോ. ബർഗർ കിങ്. നമ്മളിപ്പോ യുക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ. നമ്മളിപ്പോൾ ക്ലവർഡെയിൽ ബൊളിവാർഡ് എത്തി. ക്ലവർഡെയിൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു 7-Eleven ഉണ്ട്, അവിടെ നമുക്കൊരു പിസ്സ മേടിച്ച് കഴിക്കാം. ഇത്രയും നേരം ഏകദേശം നമ്മൾ എന്താ പറയുക ഒരു 100 മൈലോളം വന്നിട്ട് ഇവിടെ ഏകദേശം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 7-Eleven 24 hours ബോർഡ് കാണുന്നുണ്ട്. നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു 7-Eleven നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇന്ത്യക്കാരനാണ് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിസ്സ കഴിക്കാം. പിന്നെ പുള്ളിയെടുത്ത് ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞു. ഐഷയ്ക്ക് ഒരിക്കലും ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞാണല്ലോ. ഐഷയ്ക്ക് ഇന്നിപ്പോൾ ബാത്റൂമിൽ പോകണമെന്ന് പറയണേ. കുറച്ച് മുമ്പ് ബാത്റൂമിൽ പോയതാണ് ഓൾറെഡി, എന്നിട്ട് ഇപ്പം തന്നെ ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നു. നമ്മുടെ പിസ്സ കിട്ടി, 7-Eleven പിസ്സ. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 4 പേര് ഓരോ പീസ് എടുത്തപ്പോൾ പകുതി ഉണ്ട്. ഇനി നമുക്ക് ഓരോരുത്തർക്ക് 4 പീസ് വെച്ചെടുക്കാനുണ്ട്. ഒരു ഫുൾ പിസ്സ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കഴിക്കാനുണ്ട്. $10 വരുള്ളൂ. ഒരു മീല് $10 തീർക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സേവിങ്സ് അല്ലേ. അടിപൊളിയായിട്ട് പിസ്സയൊക്കെ കഴിച്ച് യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്, മഴ കൂടി ഇങ്ങോട്ട് നമ്മൾ വരുമ്പോൾ. ഇവിടുത്തെ റോഡിൻ്റെ സേഫ്റ്റി നമുക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നമ്മൾക്ക് ഒരു കാര്യം പോലും നമുക്ക് ഇതിൻ്റെ അകത്തൊരു തടസ്സം നമുക്ക് പോകുന്ന വഴിയിലുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അത്ര ക്ലിയറാണ് റോഡുകൾ. ഒരാൾ പോലും ഇടയ്ക്കുന്ന് വന്ന് കയറോ, അതല്ലെങ്കിൽ വേറെ സൈക്കിളുകാരോ ബൈക്കുകാരോ അതല്ലെങ്കിൽ മറ്റ് ലോറിയോ ബസ്സോ ഇതൊന്നും ഇടയ്ക്കുന്ന് വന്ന് ഈ റോഡിലേക്ക് കയറുന്നില്ല. പിന്നെ വേറെ റോഡ് പണിയോ കാര്യങ്ങളോ വളരെ അപൂർവമുണ്ട്. അതുണ്ടെങ്കിൽ പോലും നമുക്ക് അല്പം പോലും നമുക്കൊരു തടസ്സം വരുന്നില്ല. വളരെ സ്മൂത്തായിട്ട് ആ റോഡ് അവർ കടന്നു പോകാനുള്ളത് വച്ചേക്കാണ്. നമുക്ക് ജസ്റ്റ് ഈ ആക്സിലേറ്ററിൽ കാല് കൊടുക്കുക, ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇവിടെ നമ്മളിപ്പം 1500 മൈൽ ഏകദേശം 2400 കിലോമീറ്ററോളം ഓടിച്ചു. ഇതുവരെ നമ്മളൊരു കട്ടറിൽ പോലും ചാടിയിട്ടില്ല. എന്തൊരു അത്ഭുതമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ ഗൾഫിലാണെങ്കിലും ഒക്കെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ കൂടുതൽ
സേഫ്റ്റിയും കുറച്ചുകൂടി എന്താ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വഴികളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ചില സ്ഥലത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പീഡ് കുറയ്ക്കുകയോ അതല്ലെങ്കിൽ വർക്ക് നടക്കുന്നോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കറക്റ്റ് അത് തീരുന്ന സ്ഥലത്ത് അത് എൻ്റെ കയ്യിൽ നിന്ന് കുറേ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നാട്ടിലൊക്കെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ വർക്ക് തുടങ്ങുന്നവർത്തുണ്ടാവും, പിന്നെ തീരുന്നവർക്ക് നമ്മൾ മനസ്സിലാക്കി അങ്ങ് പോയിക്കൊള്ളണം. പിന്നെ ചിലപ്പോൾ ചില സ്ഥലത്ത് വീണ്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ വീണ്ടും കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും വരും. അന്നേരം നമുക്ക് നോട്ട് ചെയ്യില്ല, അപകടം ഉണ്ടാവും. ഈ മഴ പെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്ന കാര്യമുണ്ടല്ലോ റോഷ്നി, നമ്മൾ ഈ ഇത്രയും തണുപ്പ് ഇത്രയും തണുപ്പത്ത് ഈ മഴയും പെയ്യുമ്പോൾ ഈ ഫോറസ്റ്റിൽ നിൽക്കുന്ന മൃഗങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കുക. ആ എൽക്കുകളും മാനുകളും അതുപോലെ തന്നെ ഇവിടെയുള്ള കരടികളും ഒക്കെ. എൻ്റെ പൊന്നോ, എന്തൊരു തണുപ്പായിരിക്കും. യെസ്, നമ്മളിപ്പോൾ ഓക്ലാൻഡിലെത്തി, സാൻ ഫ്രാൻസിസ്കോയിലെ. നമ്മളിങ്ങനെ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സീ ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ പാരലായിട്ടുള്ള ബ്രിഡ്ജിലൂടെയാണ് പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത്. സാൻ ഫ്രാൻസിസ്കോയിലേക്ക് നമ്മൾ എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പാലത്തിലൂടെ പോകാനുണ്ട്. അതിൻ്റെ മേളിലൊരു പാലമുണ്ട്. ഇത് ഒരു ഇരുമ്പിൻ്റെ ബ്രിഡ്ജാണ്. എന്തായാലും അടിപൊളി. നമ്മൾ ഈ പാലത്തിലൂടെ ആദ്യമായിട്ട് പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ പാലത്തിലൂടെ അല്ല പോയത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിലൂടെ റോഡ് തന്നെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. സാൻ ഫ്രാൻസിസ്കോക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ പാലത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നല്ല അടിപൊളിയാണ് ഈ പാലം കാണാനായിട്ട്. നമുക്ക് പകലായിരുന്നില്ല, നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് പോകാമായിരുന്നു ഇത് കണ്ട്. അപ്പോൾ ഈ ബ്രിഡ്ജ് ഒരുപാട് വലുതാട്ടോ. തന്നെയല്ല, ഇത്രയും നേരമായിട്ടും ഈ ബ്രിഡ്ജിൽ തീർന്നില്ല. നമ്മൾ ഇത്ര സ്പീഡിൽ പോയിട്ട് എൻ്റെ ഇതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കണം എന്താണെങ്കിലും. തന്നെയല്ല, ഈ ബ്രിഡ്ജിൽ എന്തോ വർക്ക് എടുക്കുന്നുണ്ട്. പിന്നെ കുറേ പോലീസുകാരും ഈ ബ്രിഡ്ജിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്ക് നടക്കുന്നതുകൊണ്ടായിരിക്കും അവർ. പക്ഷേ എന്തോ ഹെവി വർക്ക് നടക്കാണ്. ഓ, എന്തൊരു ലെങ്ത്. നമ്മൾ 40 അത് ഷിപ്പ് ക്ലാസ് എത്തിക്കടി. ഷിപ്പ് ഇറങ്ങുന്നതാണ്. സാൻ ഫ്രാൻസിസ്കോ ഏരിയ. ഒരു പക്ഷേ നോട്ട് 100% ഷുവർ. എന്നാലും നമ്മൾ സാൻ ഫ്രാൻസിസ്കോയുടെ മേഖലകളിൽ കൂടെയാണ് പോകുന്നത്. ഭയങ്കര മഴയാട്ടോ സാൻ ഫ്രാൻസിസ്കോ ഏരിയയിലേക്ക് എത്തിയപ്പോൾ. നമുക്കൊന്നും കിട്ടുന്നില്ല കാരണം മഴയായതുകൊണ്ട്. ഇനി നമുക്ക് 381 മൈൽ പോകാനുണ്ട്. 6 മണിക്കൂറും 2 മിനിറ്റൂടെ യാത്രയുണ്ട്. ഇപ്പോൾ സമയം 3 മണിയും 8 മിനിറ്റുമായി. നമ്മൾ ശരിക്കും നോർമൽ രീതിയിൽ അവിടെ നിന്ന് ആദ്യം ലഗറ്റിൽ നിന്ന് നേരെ പോകുന്നായിരുന്നെങ്കിൽ നമ്മൾ 2:30 വീട്ടിലെത്തിയേനെ. നമുക്കിനി 3 മണിക്കൂർ 11 മിനിറ്റൂടെ പോകാനുണ്ട്. 200 മൈലൂടെ നമുക്ക് പോകാനുണ്ട്. കുറേ നേരമായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം രാത്രിയാണ്. പ്രത്യേകിച്ചൊന്നും വേറെ എടുക്കാനായിട്ടില്ല. പിന്നെ എല്ലാവരും കിടന്ന് നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊരു 6-6:30 കൂടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീണ്ടും നമ്മളിപ്പോൾ ഒരു ഫുൾ ടാങ്ക് ഗ്യാസ് അടിച്ചു. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇതിപ്പോൾ 6ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. നല്ലൊരു യാത്രയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഫാമിലിയോടുകൂടി പോകുമ്പോൾ യാത്രയുടെ കാര്യം നമ്മൾ പറയണ്ടല്ലോ. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് വേറെ ടെൻഷനൊന്നും അടിക്കണ്ട. പിന്നെ കുട്ടികളും എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ കാണാനും അവർക്കും പറ്റി. നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു അത്ഭുത ലോകത്തേക്ക് ചേർന്ന പോലെയാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തോന്നിയത്. നമുക്ക് വീണ്ടും പോകണമെന്ന് മസ്റ്റായിട്ടും തോന്നിയൊരു സ്ഥലമാണിത്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിനേക്കാളും ഹ്യൂജാണ് റെഡ്വുഡ് നാഷണൽ പാർക്ക്.
ഞാൻ ശരിക്കും പറഞ്ഞാൽ റെഡ്വുഡ് നാഷണൽ പാർക്കിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ലൊക്കേഷനൊക്കെ നമ്മൾ ഇത്രയും ദൂരെ നിന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ദിസ് ഈസ് അമേസിങ്. ഇനിയും എനിക്ക് അവിടെ പോകാനാണ് തോന്നുന്നത്. അത്രയ്ക്ക് കൊതിയാവുന്നു വീണ്ടും പോകാനായിട്ട്. അത് നമ്മളെ മാടി മാടി വിളിക്കുന്നൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾ പോയ ലേക്ക് ടാഹോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം പോയി കണ്ടിട്ട് പോരണം. പിന്നെ വീണ്ടും പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നിന്ന് പോകുമ്പോൾ ദൂരമാണ്, പക്ഷെ അതൊരു അത്ഭുതമാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതം. മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ലേക്ക് ടാഹോ. അത് വൺ ടൈം പോകണം, മസ്റ്റാണ്. റെഡ്വുഡ് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കാൻ പറ്റിയതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ലോസ് ആഞ്ചൽസിൽ നിന്നൊക്കെ പോകുമ്പോൾ ഒരു പ്രാവശ്യം പോയി പിന്നെ വീണ്ടും അടുത്ത ട്രിപ്പ് പോയി അങ്ങനെ പോകാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ പോകുന്ന സമയത്തൊരു 3-4 ദിവസം കൊണ്ട് പോയി എല്ലാം റിലാക്സ് ചെയ്ത് കണ്ട് പോരുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം. സമയം ഇപ്പോൾ 5:34 നമ്മളിങ്ങനെ ലോസ് ആഞ്ചൽസ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്കൊരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് എത്താം. നമുക്കിനി 2.3 മൈൽ പോയാൽ മതി. 5 മിനിറ്റ്സ് ഉള്ളൂ. സമയം ഇപ്പോൾ 6:10 രാവിലെ. അപ്പോൾ ഒരു 6:15 കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് എത്തും. അങ്ങനെ നമ്മളെത്തി, തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് 65,500 67,500 ഇപ്പോൾ ടോട്ടൽ മൈലേജ്. കറക്റ്റ് 2000 മൈൽ നമ്മൾ ഓടി. 2000 മൈൽ എന്ന് പറയുമ്പോൾ 3600 കിലോമീറ്ററാണ് നമ്മൾ ഓടിയിരിക്കുന്നത്. നമുക്ക് വണ്ടിക്ക് 24.6 ആവറേജ് കാണിക്കുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ നല്ല അത്യാവശ്യം ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ക്രസൻറ്റ് സിറ്റിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവന്യൂ ഓഫ് ദി ജെയിൻസ് വഴി ലെഗറ്റിൽ വന്ന് അവിടുത്തെ ഡ്രൈവ് ത്രൂ ട്രീയിൽ കയറി അവിടെ നിന്ന് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എത്തി. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ 1 കുറേ കയറി ഇവിടം വരെ എത്തിയപ്പോൾ നമുക്ക് കറക്റ്റ് 800 ചില്ലുവാനും മൈലായി. 800 ചില്ലുവാനും മൈലെന്ന് പറയുമ്പോൾ ഏകദേശം 1300 കിലോമീറ്ററായി. 19 മണിക്കൂർ എടുത്തു നമുക്ക് ഇവിടം വരെ എത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്. വലിയ റെസ്റ്റല്ല, ചെറിയ റെസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്. എന്തായാലും ഒരു അടിപൊളി യാത്രയായിരുന്നു. ഐഷ മോളോ, റോഷ്നി എണീക്ക്, മോനോ എണീക്കണം. അവരെല്ലാവരും നല്ല ഉറക്കമാണ്, ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രിപ്പ് സക്സസ്ഫുൾ ആയിരുന്നു. വളരെ അടിപൊളിയായിരുന്നു. എന്താ പറയുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന അമേരിക്ക, നമ്മൾ പ്രതീക്ഷിക്കുന്ന കാലിഫോർണിയ. നമ്മളിവിടെ അമേരിക്കയിൽ വന്ന് കാലിഫോർണിയയിൽ വന്ന് ലോസ് ആഞ്ചൽസിൽ വന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു ഈ ലോസ് ആഞ്ചൽസ് മുഴുവൻ ഒരു നമ്മളിതിന് മുമ്പ് ഖത്തറിലായിരുന്നു, ഒരു 5 വർഷം 6 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഖത്തറിൻ്റെയൊക്കെ ഒരു രീതി വെച്ച് നോക്കിയപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മളൊരു കുറേയൊക്കെ നമ്മൾ വരുന്ന സമയത്ത് അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് നാളത്തേക്ക് നമുക്കൊരു മരുഭൂമിയുടെ ഒരു ഫീലായിരുന്നു ശരിക്കും തോന്നിയിരുന്നത്. ഇത് ഇന്നത്തെ ഈ ഒരു ട്രിപ്പിലാണ് കാലിഫോർണിയ ഇതൊരു ഭയങ്കര സംഭവമാണെന്ന് മനസ്സിലായത്. പ്രകൃതിയുടെ അത്ഭുതം കൊണ്ട് സമ്പന്നമാക്കിയ ഒരു സ്റ്റേറ്റാണ് കാലിഫോർണിയ. ഇനിയും കാലിഫോർണിയയിലെ കുറേ പ്രധാന സ്ഥലങ്ങൾ നമ്മൾക്ക് പോകാനുണ്ട്. നമുക്കിനി പോകാനുള്ളത് സൗത്ത് സൈഡിലേക്കാണ് കൂടുതലായിട്ട് പോകാനുള്ളത്. അതുപോലെ തന്നെ സാൻ ഫ്രാൻസിസ്കോ വരെയുള്ളൊരു ഡെസ്റ്റിനേഷൻ നമുക്കിപ്പോൾ ഒരു ഗ്യാപ്പായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 പോയിന്റുകളാണ് നമുക്കിനി കാലിഫോർണിയയിൽ മെയിനായിട്ട് കിടക്കുന്നത്. അത് നമുക്ക് തീർച്ചയായിട്ടും ഉടനെ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ ഒരു ലാഗ് തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവർക്കും ഒക്കെ ഒരുപാട് ഈ നേച്ചറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു
താല്പര്യമുള്ളവർക്ക് അതിന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിടുന്നത്. ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതിലുപരി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയുന്നത്, ഇതൊക്കെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ചിലപ്പോൾ ഒരാളോ 2 പേരോ ഉണ്ടാവുള്ളായിരിക്കും. പക്ഷേ എങ്കിലും അവർക്ക് കാണാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ ഒരുപാട് പേര് കണ്ട് ഭയങ്കര ഒരു രീതിയൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇത് നമ്മൾ കാണുന്ന പോലെ കാണാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് ചിലപ്പോൾ ഇത് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ നമുക്ക് എന്താ പറയുന്നത്, ഇവിടെ വന്ന് കാണാൻ പറ്റാത്തവർക്ക് ഇത് തീർച്ചയായിട്ടും ഒരു ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കുറച്ചൊക്കെ റിസ്ക് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പോയത്. അപ്പോൾ എന്തായാലും ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ പോയ ഈ ട്രിപ്പ് വളരെയധികം ഭംഗിയായിട്ട് തീർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവിധ നന്ദിയും നിങ്ങളെ അറിയിക്കുകയാണ്. എന്തായാലും ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എന്താ ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടിയിലിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ എടുത്ത് വീട്ടിലേക്ക് കയറണം. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് വീട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കയറണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.